ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും KL39ൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ മഹാരാഷ്ട്രയുടെ ബോർഡറിലും അതുപോലെ തന്നെ മധ്യപ്രദേശിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന പെഞ്ച് ടൈഗർ റിസർവ് എന്ന കടുവാ സങ്കേതത്തിലേക്കാണ് നമ്മളുടെ ഇന്നത്തെ ഒരു യാത്ര. പുലിയെയും കടുവയും ഒക്കെ കാണാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരു സഫാരിയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ. എന്തായാലും നമുക്കിതിൻ്റെ മനോഹരമായ കാഴ്ചകളിലേക്ക് പോയിട്ട് വരാം. നമ്മുടെ വീഡിയോയിൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 സംസ്ഥാനങ്ങളിലായിട്ടാണ് നമ്മുടെ ഈ ഒരു പെഞ്ച് നാഷണൽ പാർക്ക് വ്യാപിച്ചു കിടക്കുന്നത് എന്നുള്ളത്. അതായത് മഹാരാഷ്ട്രയും മധ്യപ്രദേശും. അതിൽ മഹാരാഷ്ട്രയുടെ ഭാഗമായിട്ടുള്ള സിലാരി ഗേറ്റിലേക്കാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സഫാരി. അപ്പോൾ അടുത്തൊരു കാഴ്ച എന്ന് പറയുന്നത് പെൺമ്ലാവുകളുടെ ഒരു കൂട്ടത്തെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ആൺമ്ലാവുകൾക്ക് കൊമ്പുകൾ ഉണ്ടാവാറുണ്ട്, പക്ഷെ പെൺമ്ലാവുകൾക്ക് കൊമ്പുകൾ ഉണ്ടാവാറില്ല കേട്ടോ. കാടെന്തായാലും നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഒരു സമയമാണ്. നമുക്ക് ഈ ഒരു വിഷ്വൽ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അല്ലേ. നിങ്ങൾക്കും പെഞ്ച് നാഷണൽ പാർക്കിലേക്ക് ഇങ്ങനെ ഒരു സഫാരി വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മഹാരാഷ്ട്ര വനംവകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള nationalpark.mahaonline.gov.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് വരാവുന്നതാണ്. നമ്മളിതൊരു പാക്കേജ് ത്രൂ ആണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെ ഇതാ റോഡ് സൈഡിൽ തന്നെ നമുക്ക് ഒരു കൂട്ടം വൈൽഡ് ഡോഗ്സിൻ്റെ കാഴ്ചയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അടുത്തത്. അല്ലെങ്കിൽ തന്നെ വൈൽഡ് ഡോഗ്സ് പൊതുവെ കൂട്ടമായിട്ട് സഞ്ചരിക്കുന്ന ജീവിയാണല്ലേ. അവരങ്ങനെ സിംഗിളായിട്ടൊന്നും കാണാൻ കിട്ടാറേ ഇല്ല. അങ്ങനെ ഇതാ നമ്മുടെ വൈൽഡ് ഡോഗ്സ് എല്ലാം കൂട്ടമായിട്ട് റോഡിൽ കൂടി ഇങ്ങനെ പോവാണ് കേട്ടോ. നല്ല രസമാണല്ലേ ആ ഒരു കാഴ്ച കാണാനായിട്ട്. എന്തായാലും അവർക്ക് നമ്മുടെ സഫാരി വണ്ടി കണ്ടിട്ട് അങ്ങനെ പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരാണെങ്കിൽ സഫാരി വണ്ടിയൊന്നും മൈൻഡ് കൂടെ ചെയ്യുന്നില്ല, കാരണം അവർ കണ്ട് ശീലിച്ചുകൊണ്ടായിരിക്കാം. ശരിക്കും നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള നായ്ക്കളെ പോലെ തോന്നും അല്ലേ. ഇതിൻ്റെ വലുപ്പത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു ഇടത്തരം നായയുടെ വലുപ്പമേ ഇവർക്കുള്ളൂ. പിന്നെ അവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവയ്ക്ക് വീതിയുള്ള തല, അതുപോലെ തന്നെ അല്പം ചെറിയ വായൊക്കെയാണുള്ളത്. നമുക്കൊരു വിഷ്വലി കണ്ടാൽ മനസ്സിലാവും. പിന്നെ ചുവപ്പ് കലർന്നിട്ടുള്ള നല്ല തവിട്ട് നിറമുള്ള രോമം, അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള കറുത്ത വാല്, ഇതൊക്കെയാണ് നമ്മുടെ വൈൽഡ് ഡോഗ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇവരുടെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ശബ്ദവിനിമയമാണ്. സാധാരണ നായ്ക്കളെ പോലെ കുരയ്ക്കുകയോ അല്ലെങ്കിൽ ഓരിയിടുകയോ ഒന്നും ഇവർ ചെയ്യാറില്ല. പകരം ചൂളമടിക്കുന്നത് പോലെയുള്ള പ്രത്യേക സൗണ്ട്, അതായത് വിസിലിംഗ് സൗണ്ട്സ് ഇല്ലേ, അങ്ങനെയുള്ള സൗണ്ട് യൂസ് ചെയ്തിട്ടാണ് ഇവർ ആശയവിനിമയം നടത്താറ്. അതുകൊണ്ട് തന്നെ ഇവരെ ചൂളമടിക്കുന്ന നായ്ക്കൾ അഥവാ വിസിലിംഗ് ഡോഗ്സ് എന്നും വിളിക്കാറുണ്ട് അത്രേ. നമ്മുടെ ഈ വൈൽഡ് ഡോഗ്സ് പ്രധാനമായിട്ടും പകൽ സമയങ്ങളിലാണ് കേട്ടോ വേട്ടയാടുക. ഇവരുടെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടായിട്ടുള്ള വേട്ടയാടൽ തന്ത്രം തന്നെയാണ്. ഇവനെ തളരുന്നത് വരെ ദീർഘദൂരം പിന്തുടരും. അതാണ് അവരുടെ ഒരു വേട്ടയാടൽ തന്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സാമ്പാടിയർ, അതുപോലെ തന്നെ കാട്ടുപന്നി, പുള്ളിമാൻ, ചിലപ്പോൾ കാട്ടുപോത്ത്, അതൊക്കെ ഇവരുടെ പ്രധാനമായിട്ടുള്ള ഇരകളാവാറുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവർ കൂട്ടമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സിംഹത്തിനെയും കടുവനെയും ഒക്കെ കാട്ടിലും കൂടുതൽ പേടിക്കേണ്ട ഒരു ജീവിവർഗം തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വൈൽഡ് ഡോഗ്സ്. പക്ഷേ ഇവരിപ്പോൾ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിവർഗം കൂടിയാണ്. അങ്ങനെ നമ്മുടെ വൈൽഡ് ഡോഗ്സിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മളിത് പതിയെ ഇവിടുന്ന് മൂവ് ചെയ്യാണ്. അപ്പോൾ ഒരു കൂട്ടം കാട്ടുകോഴികളുടെ കാഴ്ചയാണ് കേട്ടോ അടുത്തതായിട്ട് കിട്ടിയിട്ടുള്ളത്. പൊതുവെ ഇങ്ങനെ കാട്ടുകോഴികളുടെ വിഷ്വൽസ് നമുക്ക് കിട്ടാൻ കുറച്ച് പാടാണ്, കാരണം അവർ പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ മിന്നായം പോലെ അങ്ങ് ഓടിക്കളയും. അതുകൊണ്ട് തന്നെ ഇവരുടെ വിഷ്വൽസ് കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഒരു സൈറ്റിംഗ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ ലോങ്ങിൽ നിന്നുള്ളൊരു വിഷ്വലാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഒരു പുള്ളിപ്പുലിയാണ് കേട്ടോ ഇത്. നമുക്ക് കുറച്ചും കൂടി സൂം ചെയ്തിട്ടുള്ളൊരു വിഷ്വലാണിത്. പാറയുടെ അടിയിൽ കിടന്നുറങ്ങുകയാണ് ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കുന്നുണ്ട്. എന്തായാലും എഴുന്നേറ്റ് അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു കിടിലൻ സൈറ്റിംഗ് തരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം. നമ്മുടെ ഈ ഒരു പെഞ്ച് നാഷണൽ പാർക്കിൽ കടുവകളെ കാണുന്നത് പോലെ തന്നെ പുള്ളിപ്പുലികളെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഈ പുള്ളിപ്പുലികളെ കണ്ടെത്തുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് കേട്ടോ. അതായത് വരണ്ട പുല്ലുകൾക്കിടയിൽ, പിന്നെ ഉണങ്ങിയ ഇലകൾക്കിടയിൽ, അതുപോലെ തന്നെ പാറക്കെട്ടുകളിലുമൊക്കെ അവയുടെ പുള്ളികളുള്ള ശരീരഘടന എളുപ്പത്തിൽ മറഞ്ഞിരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അത് നമുക്ക് ഈ വിഷ്വലി കണ്ടാൽ തന്നെ മനസ്സിലാവും. പെട്ടെന്നൊന്നും ഈ പുള്ളിപ്പുലിനെ നമുക്ക് ലോങ്ങിൽ നിന്നൊന്നും കണ്ടുപിടിക്കാനേ പറ്റത്തില്ല. അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് പെട്ടെന്ന് അതിനെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ.
നമ്മുടെ ഈ പുള്ളിപ്പുലിയുടെ ശരീരഘടനയെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മഞ്ഞ കലർന്ന തവിട്ട് നിറത്തിലുള്ള ശരീരത്തിൽ കറുത്ത പുള്ളികളാണ് ഇവയുടെ പ്രധാനമായിട്ടുള്ള ഒരു ആകർഷണം അല്ലേ. ഈ പുള്ളികൾ ഓരോ പുലിക്കും വ്യത്യസ്തമായിരിക്കും. അങ്ങനെ നമ്മൾ നീണ്ട നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ പുള്ളിപ്പുലി ആശാന്തി ആ പാറക്കെട്ടിൻ്റെ ഇടയ്ക്ക് നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വരികയാണേ. ഒരു ഹെവി സീൻ തന്നെയായിരുന്നു അതല്ലേ. എന്തായാലും ആൾ താഴത്തേക്ക് പതിയെ മൂവ് ആവുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് നിന്നൊക്കെ ഈ പുള്ളിപ്പുലിനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കുള്ള കാര്യമാണല്ലേ. പ്രത്യേകിച്ച് ഈ ഉണങ്ങി കിടക്കുന്ന പുല്ലിൻ്റെ ഒക്കെ ഇടയിൽ നിന്ന് ആ സെയിം കളർ തന്നെയുണ്ട്, നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കൊരു അലാം കോൾ കിട്ടിയിട്ടുണ്ട്. തൊട്ട് മുന്നിൽ വന്ന വണ്ടിക്കാർ പറഞ്ഞത് ഇതിൽ ടൈഗർ മൂവ് ചെയ്തു എന്നാണ്. നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം. കാര്യം ടൈഗറെ കാണാൻ പറ്റിയെങ്കിലും ടൈഗർ നല്ല ലോങ്ങിലാണ്. അതുപോലെ തന്നെ വണ്ടി മൂവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വിഷ്വൽ അത്ര ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റില്ല. അത്യാവശ്യം ഷേക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. അങ്ങനെ നമുക്ക് ഒരു ഗോൾഡൻ ജാക്കലിൻ്റെ ഒരു വിഷ്വലോട് കിട്ടിയിട്ടുണ്ട്. ടൈഗറിന് മുന്നേ ഓടിപ്പോകുന്നൊരു വിഷ്വലാണ് കേട്ടോ. ഇത് ഗോൾഡൻ ജാക്കലാന്ന് തോന്നുന്നു, നമുക്ക് വിഷ്വലിൽ അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല. എന്തായാലും അതിൻ്റെ ഒരു വിഷ്വലും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയപ്പോൾ കിട്ടിയ കുറച്ച് വിഷ്വൽസാണിത്. ഒരു കൂട്ടം കാട്ടികൾ, അവരിതാ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. പ്രത്യേകിച്ച് യാതൊരു വികാരങ്ങളും ഇല്ലാതെ അവർ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര മുന്നോട്ട് പോവുകയാണേ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പെഞ്ച് നദിയിലെ തൊട്ടിലാഡോ ഡാമിൻ്റെ ബാക്ക് വാട്ടർ സൈഡിലേക്കാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ബേർഡ്സിൻ്റെ ഒക്കെ സാന്നിധ്യമുള്ളൊരു സ്ഥലമാണ്. നമ്മളിപ്പോൾ ഈ വിഷ്വലി കാണുന്നത് ബ്രാഹ്മണി ഡക്ക് എന്ന് പറയുന്ന ഒരു പക്ഷിയാണ് കേട്ടോ. ഇത് ഹംസ ജനുസിൽപ്പെടുന്ന ഒരു പക്ഷിയാണ്. ചക്രവാകം, തങ്കത്താറാവ്, ബ്രാഹ്മണി താറാവ് എന്നിങ്ങനെ പല പല പേരുകളിൽ ഇതറിയപ്പെടാറുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് പനങ്കാക്ക അഥവാ ഇന്ത്യൻ റോളറാണ് കേട്ടോ. ഇതിനെ ചിലയിടങ്ങളിൽ നീലകണ്ഠൻ എന്നും വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ കർണാടക, തെലങ്കാന, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളുടെ സംസ്ഥാന പക്ഷി കൂടിയാണ് ഇത്.
അങ്ങനെ തന്നെ നമ്മൾ ബേർഡ്സിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലേക്കിൻ്റെ മറ്റൊരു സൈഡിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള വിഷ്വലാണ് ഒരു കൂട്ടം സ്പോട്ടഡ് ഡിയേഴ്സിൻ്റെ വിഷ്വൽസ്. അങ്ങനെ തന്നെ നമ്മൾ അവിടെ നിന്ന് പതിയെ മൂവ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ടൈഗറിൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പഗ് മാർക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ടൈഗർ ഈ അടുത്ത ലൊക്കേഷനിൽ തന്നെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ടൈഗറിൻ്റെ പഗ് മാർക്ക് നോക്കി കുറച്ചങ്ങോട്ട് മൂവ് ചെയ്യാണ്. അങ്ങനെതാ നമ്മൾ പ്രതീക്ഷിച്ച ആളെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ലോങ്ങിൽ നിന്നുള്ള വിഷ്വലാണേ. अरे लेकिन वो तो खाली पीली है यार, आगे ले सकता है ना. ठीक है, वहाँ से देख ले भैया. കാര്യം ടൈഗറിൻ്റെ വിഷ്വൽ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കതിൻ്റെ ഫേസോ കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ടില്ല. ഇങ്ങനെ ബാക്ക് സൈഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആൾ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് മറ്റൊരു ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഇതാ അവിടെ നിന്ന് മൂവ് ചെയ്ത് ഈ ചെടികളുടെ ഇടയ്ക്കോട്ട് വന്ന് ആളിരിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ടൈഗർ അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്ന സീൻ നമ്മൾ കണ്ടതുകൊണ്ടാണ് ഇവിടെ ടൈഗർ കിടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. അല്ലാത്ത പക്ഷം പെട്ടെന്ന് ഒരാൾ നോക്കുമ്പോൾ ഈ ചെടികൾക്കിടയിൽ ടൈഗർ കിടക്കുന്നുണ്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനേ പറ്റത്തില്ല അല്ലേ. എന്തായാലും ആളിനി എഴുന്നേക്കണ ലക്ഷണമൊന്നും കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും ഇവിടുന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഈ കാണുന്നതാണ് ബ്രൗൺ വുഡ് ഔൾ. നമ്മൾ കൊല്ലിക്കുറുവെന്നും അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ കാലം കോഴി എന്നും ഒക്കെ വിളിക്കാറുള്ള ആളാണ് കേട്ടോ. കാലം കോഴി കൂവിയാൽ മരണം ഉറപ്പെന്നൊക്കെ പണ്ട് കാലങ്ങളിലെ ആൾക്കാർ പറയില്ലേ, ആ ആളാണ് ഈ ഇരിക്കുന്നത്. എന്നാൽ ഇതിന് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. ഈ കാണുന്നതാണ് സ്ട്രോക്ക് ബിൽഡ് കിങ്ഫിഷർ. പൊന്മാൻ വർഗത്തിലെ ഏറ്റവും വലിയ ഇനമാണ് ഇത്. കാക്ക മീൻകൊത്തി, കൊക്കൻ മീൻകൊത്തി എന്നൊക്കെ ഇത് അറിയപ്പെടാറുണ്ട്. ഈ കാണുന്നതാണ് ഓറിയൻ്റൽ പൈഡ് ഹോൺബിൽ അഥവാ പാണ്ടൻ വേഴാമ്പൽ. ഇന്ത്യയിലും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലുമാണ് ഇവനെ പ്രധാനമായിട്ടും കണ്ടുവരിക. മഞ്ഞ കലർന്ന വെളുത്ത നിറമുള്ള വലിയ കൊക്കും അതിനു മുകളിലായിട്ട് ഒരു ഹെൽമെറ്റ് പോലെയുള്ള ഭാഗം, അതായത് കാസ്ക്, അതിൻ്റെ പ്രത്യേകതയാണ്. ആൺപക്ഷികൾക്ക് പെൺപക്ഷികളെക്കാട്ടിലും വലിയ കാസ്കും അതുപോലെ തന്നെ കൊക്കും ഉണ്ടാകും. അങ്ങനെ നമ്മുടെ സഫാരി ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇത് ഒരൊറ്റ സഫാരിയിലെ വിഷ്വൽസ് അല്ല കേട്ടോ. നമ്മൾ 3 സഫാരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം 3ലെയും കൂടി ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ എന്തായാലും ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെ ആയാലും കമൻസ് ആയിട്ടൂടെ നമ്മളെ ഒന്ന് എഴുതി അറിയിക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.